ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന വിഷയം മറുവിലയായ ക്രിസ്തു എന്നുള്ളതാണ്. അതിനാധാരമായി ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 36 അധ്യായം അതിന്റെ 18 വാക്യം. മറുവിലയുടെ വലിപ്പമോർത്ത് നീ തെറ്റിപ്പോകരുത്. മത്തായി സുവിശേഷം 20 അധ്യായം 28 വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 45 വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നതെന്ന് കാണുന്നു. വിശുദ്ധ വേദ പുസ്തകത്തിലെ പഴയ നിയമ പുസ്തകമായ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് നാം ആരംഭവാക്യം വായിച്ചത്. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യനെ കുറിച്ചാണ് നാം ആരംഭത്തിൽ ചിന്തിക്കുന്നത്. ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അതികഠിനമായ പീഡയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലൂടെ ആത്മീക ജീവന്റെ സമൃദ്ധി ധാരാളം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 1 വാക്യം നാം വായിക്കുമ്പോൾ ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഈ സ്വഭാവ ഗുണങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്നത് ദൈവവുമായി അഭേദ്യമായൊരു ബന്ധമുള്ള ഏതൊരു വ്യക്തിയും ഇപ്രകാരമുള്ള സ്വഭാവ ഗുണങ്ങൾക്ക് ഉടമയായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇയ്യോബ് അക്ഷരിക ജീവിതത്തിലും ബഹുസമ്പന്നനായിരുന്നുവെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്: അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നുവെന്ന്. എന്നാൽ ഇപ്രകാരം ദൈവകൃപയിൽ ജീവിച്ചിരുന്ന ദൈവഭക്തനായ ഇയ്യോബിന്റെ മേൽ സാത്താൻ ദൃഷ്ടി വെക്കുന്നതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ സാത്താനും അവരോടൊപ്പം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്നതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം സാത്താനോട് ചോദിക്കുകയാണ്: നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന്. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നാണ് ഇയ്യോബിനെ കുറിച്ച് ദൈവം സാത്താനോട് പറയുന്നത്. നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ നീ അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, എന്നാൽ അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്നാണ് സാത്താൻ ദൈവത്തോട് പറയുന്നത്. ഏത് കാലഘട്ടത്തിലും ഏതൊരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. ദൈവഭക്തിയിൽ ജീവിക്കുന്ന ദൈവഭക്തനെ ദൈവത്തിന്റെ ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും അകറ്റിക്കളയുവാൻ പിശാച് അവന്റെ തന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ സമയങ്ങളിലൊക്കെയും ജാഗ്രതയുള്ളവരായി ദൈവകൃപയിൽ നാം ഓരോരുത്തരും ആയിരിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി 1 പത്രോസിന്റെ ലേഖനം 5 അധ്യായത്തിന്റെ 8 വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇയ്യോബ് വിശ്വസിച്ച് ജീവിച്ചിരുന്നതുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി ഇയ്യോബിനെ അറിയാമായിരുന്നു. ദൈവം സാത്താനോട് അവനുള്ളതെല്ലാം നിന്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയുവാനിടയായി. സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ ആരംഭിച്ചു. അവന്റെ എല്ലാ നന്മകളും അവന്റെ മക്കളെ അടക്കം സാത്താൻ ഇല്ലാതാക്കിയതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഇയ്യോബ് പറയുന്നത് ഇപ്രകാരമാണ്: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. മാത്രമല്ല അവൻ സാഷ്ടാംഗം വീണ് ദൈവസന്നിധിയിൽ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് അതിന്മേൽ പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 8 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും സാത്താൻ പിന്മാറിയില്ല. പിന്നെയും സാത്താൻ ദൈവസന്നിധിയിൽ കടന്നു വന്നു. ദൈവം സാത്താനോട് ചോദിക്കുകയാണ്: നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ സാത്താൻ പറയുകയാണ്: തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം മനുഷ്യൻ കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു. ഏതൊരു കാലത്തും ദൈവഭക്തന്മാരോടുള്ള സാത്താന്റെ വെല്ലുവിളികൾ
ഇത് തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവഭക്തന്മാരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, ദൈവത്തെ ത്യജിച്ചു പറയുവാൻ തക്കവണ്ണമുള്ള പ്രതിസന്ധികളിലൂടെ അവരെ നടത്തുക എന്നതാണ് സാത്താന്റെ ലക്ഷ്യം. മാത്രമല്ല, അതിലൂടെ അവരെ നിത്യമരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാത്താൻ അതിൻ്റെതായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ടെന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്നാൽ സാത്താന്റെ പ്രലോഭനങ്ങളിൽ നാം വീണു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നാം എപ്പോഴും ആത്മീകമായി മുന്നേറേണ്ടത് ഏതൊരു ദൈവപൈതലിനെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സാത്താന്റെ ഈ ആവശ്യത്തിനും ദൈവം അനുവാദം കൊടുക്കുന്നതായിട്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നത്. സാത്താൻ അവനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു എന്നാണ് പറയുന്നത്. ഇപ്രകാരമുള്ള പ്രതിസന്ധിയിലൂടെ യോബ് കടന്നു പോകുമ്പോൾ യോബിന്റെ ഭാര്യ യോബിനോട് പറയുന്നത്, നീ നിന്റെ ഭക്തി മുറുകെ പൊടിച്ചുകൊണ്ടിരിക്കാതെ നീ നിന്റെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്നാണ്. സാത്താന്റെ ആവശ്യം അതാണ്. എന്നാൽ അവന്റെ ഭാര്യയും അവനോട് ഇപ്രകാരമുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. യോബിന് ചില സ്നേഹിതന്മാർ ഉണ്ടായിരുന്നതായി ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സ് വ്യസനിപ്പിച്ച് മൊഴികളാൽ എന്നെ തകർക്കും. 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഈ വാക്കുകളൊക്കെ കേട്ട് വേദനപ്പെട്ടിരിക്കുന്ന യോബ് പറയുന്നത് ഇപ്രകാരമാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കുമെന്നാണ് യോബ് എന്ന ഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നത്. 19-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിലും യോബ് പറയുന്നത് ഇപ്രകാരമാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണുമെന്നാണ് പറയുന്നത്. എത്ര വലിയ പ്രത്യാശയുള്ള ജീവിതമാണ് യോബ് ഈ വേദനയുടെ നടുവിലും നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ക്യാൻസർ പോലെയുള്ള രോഗത്താൽ അനേക വ്യക്തികൾ വളരെയധികം ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ അനേക വിധമാവുന്ന രോഗങ്ങളാൽ അനേകർ പ്രയാസങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു, അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പവും അവന്റെ പ്രാണൻ സാധുഭോജനവും വെറുക്കുന്നു. അവന്റെ മാംസം ക്ഷയിച്ച് കാൺമാനില്ലാതെയായിരിക്കുന്നു, കാൺമാനില്ലാതിരുന്ന അവന്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു. അവന്റെ പ്രാണൻ ശവക്കുഴിക്കും അവന്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു എന്ന്. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ-ഒരുത്തനായി മധ്യസ്ഥനായൊരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്നു വരികിൽ അവൻ അവങ്കിൽ കൃപ വിചാരിച്ച് കുഴിയിൽ ഇറങ്ങാതെ വണ്ണം അവനെ രക്ഷിക്കണമേ, ഞാൻ ഒരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. യോബിന്റെ ഒരു സ്നേഹിതൻ യോബിനോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെയും. അവന്റെ കഷ്ടതകളെ കണ്ടിട്ട് അവൻ പറയുന്ന വാക്കുകൾ അതിൽ ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ സ്നേഹിതൻ ആഗ്രഹിച്ചു പോവുകയാണ്, 1000-ൽ-ഒരുത്തനായി മധ്യസ്ഥനായൊരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ അവൻ അവങ്കൽ കൃപ വിചാരിച്ച് കുഴിയിൽ ഇറങ്ങാതെ വണ്ണം അവനെ രക്ഷിക്കണമേ. അതായത് ഈ പറയുന്ന കുഴി എന്ന് പറയുന്നത് മരണത്തിന്റെ കുഴിയാണ്. ഈ കുഴിയിൽ അവൻ ഇറങ്ങിപ്പോകാതെ വണ്ണം അവനെ രക്ഷിപ്പാൻ മറുവിലയായി ഒരുവൻ വന്നിരുന്നെങ്കിൽ എന്നാണ് തന്റെ സ്നേഹിതൻ ആഗ്രഹിച്ച് യോബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അപ്രകാരം തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. അവന് മറുവിലയായി ഒരുവൻ വന്നു, അവൻ അവനെ രക്ഷിച്ചു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 12-ാം വാക്യത്തിൽ ഇങ്ങനെ, യഹോവ യോബിന്റെ പിൽക്കാലത്തെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു എന്ന്. അതിന്റെ 25-ാം വാക്യത്തിൽ 33-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും. എപ്പോഴാണ്? മറുവിലയായി ഒരുവൻ വന്നാൽ, അവനെ ആ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ചാൽ അവന്റെ ജീവൻ പുഷ്ടിവെക്കും, അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരുമെന്നാണ് തിരുവചനം പറയുന്നത്. അതുപോലെ തന്നെ യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ദീർഘനാളുകൾ പ്രതിസന്ധികളും വേദനകളും കഷ്ടങ്ങളും നിന്ദകളും ഒക്കെ സഹിച്ചു എങ്കിൽ തന്നെയും ദൈവം അവന് നഷ്ടപ്പെട്ടതെല്ലാം അധികമായി മടക്കി കൊടുത്തു എന്നാണ് നമ്മൾ തിരുവചനത്തിലൂടെ ഇപ്പോൾ വായിച്ചത്. ഈ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു
കടന്നു പോകുമ്പോഴും ഇയ്യോബ് ദൈവത്തോട് പറ്റുചേർന്നു നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് മറുവിലയുടെ വിലയെ ഓർത്ത് തെറ്റിപ്പോകാതെ ഇയ്യോബ് ദൈവത്തോട് പറ്റിച്ചേർന്നു നിന്നതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇയ്യോബിന്റെ പുസ്തകം 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിന് ദൈവം എത്രയോ അരുളപ്പാടുകൾ, ആലോചനകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭൂമിയെക്കുറിച്ച്, ചരാചരങ്ങളെക്കുറിച്ച്, പക്ഷിമൃഗാദികളെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ചൊക്കെ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ വേദഭാഗങ്ങളൊക്കെ നാം എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെ നമുക്ക് അവിടെ ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ഈ മറുവിലയായ ക്രിസ്തുവുമായി നമുക്കെന്താണ് ബന്ധമെന്നാണ് അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ മനുഷ്യരായ നമ്മോടുള്ള ബന്ധത്തിൽ നാം എല്ലാവരും പാപികളായിരുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ഓർപ്പിക്കുന്നത് റോമാലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീരുന്നു എന്നാണ്. സങ്കീർത്തനക്കാരൻ 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരമാ പറയുന്നത്: ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് കാണുന്നു. ഇവിടെയാണ് ഒരു മറവിലയുടെ ആവശ്യം നമ്മളുടെ ജീവിതത്തിലും വേണ്ടി വന്നിരിക്കുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തും മറുവില കൊടുക്കും. ഏതെങ്കിലും കാഴ്ചകൾ കൊണ്ടോ, ഏതെങ്കിലും അക്ഷരിക ലോകത്തിലെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റുകൾ കൊണ്ടോ നമ്മളുടെ അക്ഷരിക ലോക ജീവിതത്തിലെ മരണത്തിൽ നിന്ന് ഒരു അല്പ ദിവസത്തേക്ക് ഒരു മാറ്റമൊക്കെ തരുവാൻ അക്ഷരിക ഡോക്ടർമാർക്കൊക്കെ സാധിച്ചു എന്ന് വരാം. എന്നാൽ നിത്യമായ മരണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കോ, ഒരു വ്യക്തിക്കോ, ഒരു അധികാരത്തിനോ, ഒരു മതസ്ഥാപനങ്ങൾക്കോ ആർക്കും കഴിയുകയില്ല. അതിന് ഏക പോംവഴി മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിലൂടെ മാത്രമാണ് ഈ പോംവഴി എല്ലാ ദൈവമക്കൾക്കും ലഭിച്ചിരിക്കുന്നത്. ഈ ജീവൻ നമുക്ക് നൽകുവാൻ ലോകത്തിലെ ഒരു വ്യക്തിക്കോ, ഒരു ശക്തിക്കോ, ഒരു അധികാരങ്ങൾക്കോ, ഒരു മതങ്ങൾക്കോ സാധ്യമല്ല. ഈ ജീവൻ നൽകുവാൻ നമുക്കായി മറുവിലയായി കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. കർത്താവായ യേശു കാൽവറി ക്രൂശിൽ തന്റെ ജീവനെ നമുക്കായി നൽകി തന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരിനാൽ നമുക്ക് സൗഖ്യം വന്നുവെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നുവെന്ന്. ഹല്ലേലൂയ. ആദ്യ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു ഇയ്യോബിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തില് മറുവിലയുടെ വലിപ്പമോർത്ത് നാം തെറ്റിപ്പോകരുതെന്ന്. എന്നാൽ ഇയ്യോബ് എന്ന ഭക്തൻ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കി ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തിൽ നിന്നുള്ള മഹത്വം പ്രാപിച്ച് യഥാർത്ഥ ജീവനിൽ കൂടെ തന്നെ മുന്നോട്ട് പോയി. എന്നാൽ അക്ഷരിക ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്ന നാമും തെറ്റിപ്പോകാതെ ദൈവകൃപയിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ദൈവമില്ലാത്തവരായി, ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിപ്പാനോ ആസ്വദിപ്പാനോ കഴിയാത്തവരായി ജീവിച്ചവരാണ്. എന്നാൽ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കുവാൻ ഒരിക്കലും നമുക്ക് ഇടവരരുത് എന്നാണ് തിരുവചനത്തിലൂടെ നമ്മളോടും ദൈവം ബോധിപ്പിക്കുന്നത്. ദൈവഭക്തനായ ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നും തിരുവചനത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ: തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നതല്ല, ദൈവത്തിൽ നിന്ന് നിലനിന്ന് ഫലം കായ്ക്കുവാനാണ് ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 19-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു: തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ, സ്വമേധാ പാപങ്ങളെ അകറ്റണമേ, അവ എന്റെ മേൽ വാഴരുതേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒരു ഏറ്റുപറച്ചിലും ഒരു അനുതാപവും ഉള്ളവരായി ദൈവത്തിലെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഈ വചനഭാഗങ്ങളിലൂടെ പിന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ഒരു കാലത്ത് നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയിരുന്നവരാണ്, ദൈവത്തെ കൂടാതെ
ജീവിച്ചിരുന്നവർ അന്യരായി പരദേശികളായി ജീവിച്ചിരുന്നവരാണ്. എന്നാൽ നാം ദൈവത്തെ അറിഞ്ഞ ശേഷം വീണ്ടും തെറ്റിപ്പോകരുതെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളെയും ദൈവം ഉത്ബോധിപ്പിക്കുന്നത്. അങ്ങനെ തെറ്റിപ്പോയാൽ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് മാറി ജീവിച്ചാൽ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല, ദൈവത്തിൽ നിലനിന്ന് ഫലം പുറപ്പെടുവിക്കുവാനാണ് ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവന് മഹത്വമാകാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരങ്ങൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട്, ദൈവത്തെ ത്യജിച്ച്, ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം ദൈവം തരുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് 19-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 12-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എന്റെ മേൽ വാഴരുത്, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും എന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്വയം ഒന്ന് കാണാൻ, സ്വയം ഒന്ന് തിരിച്ചറിയാൻ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നന്നായിരിക്കും. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണമെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ്. നമുക്ക് പ്രദർശനമായി നിൽക്കുവാൻ ഒന്നും ഈ ലോകത്തിലില്ല. നമ്മളെ സ്വയം പ്രദർശിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നാം മറഞ്ഞിരിക്കുന്നവരാണ്, ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. ഈ സന്തതി എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്, ദൈവത്തിന്റെ മക്കളായി തീർന്നവർ. ദീർഘായുസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നേക്കുമുള്ള ജീവൻ എന്നതാണ്. യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ദൈവസന്ധിയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഭാഗ്യം നൽകി തന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ദ്രവത്വം കണ്ടില്ല എന്ന് പിതാവായ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നമ്മളെയും ഈ ലോകത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുമെന്ന്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പ്രാപിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നേക്കും ഇരിക്കുന്നവൻ, മാറാത്ത പൗരോഹിത്യമുള്ളവൻ, യഥാർത്ഥ പുരോഹിതൻ, അതായത് ഒറിജിനൽ. ലോകത്തിൽ നമ്മൾ കാണുന്ന പുരോഹിതന്മാരൊന്നും യഥാർത്ഥ പുരോഹിതന്മാരല്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. ഇബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സകലത്തിന്റെയും അവകാശി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. ആരംഭത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ യോബ് എന്ന ഭക്തൻ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക മഹത്വം പ്രാപിച്ചു. കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുസരണമുള്ളവനായി ദൈവിക മഹത്വം പ്രാപിച്ചു. ആ ദൈവിക മഹത്വത്തിലൂടെ പാപത്തിൽ നിന്നുള്ള മോചനം നമ്മൾക്ക് നേടിത്തന്നു. എന്നാൽ നാം ഒരിക്കലും തെറ്റിപ്പോകാതെ ദൈവകൃപയിൽ തന്നെ നിലനിൽക്കണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ പറയുന്നത്, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയ സഹോദരങ്ങൾ ഈ രക്ഷയെ ഗണ്യമാക്കാതെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ലോകമോഹങ്ങൾക്ക് അധീനരായി പാപവിചാരങ്ങളാൽ ഓരോ ദിവസവും ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നിത്യമായ രക്ഷയും നിത്യമായ ജീവനും ലഭിക്കുകയുള്ളൂ.
ഉള്ളൂ. നമുക്ക് വേണ്ടി മറവിലയായി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്നത് പൂർണ്ണമായി നാം അംഗീകരിക്കേണ്ട വസ്തുതയാണ്. അങ്ങനെ അപ്രകാരം അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് ഇപ്രകാരമാണ്: ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന്. ക്രിസ്തുവേശുവിൽ അല്ലെങ്കിൽ ശിക്ഷാവിധി ഉറപ്പാണ് താനും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മറവിലയുടെ വലിപ്പമോർത്ത് ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ കഴിയാതെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, സ്വർഗീയ പൗരത്വം പ്രാപിക്കുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.